പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അപ്പസ്തോലന്മാരിൽ അഗ്രഗണ്യനായ ക്രിസ്തു നേരിട്ട് സുവിശേഷം പറഞ്ഞു കൊടുത്ത, ക്രിസ്തുവിന് വേണ്ടി ധീരമായി ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച പൗലോസ് അപ്പസ്തോലനെ പറ്റിയാണ്. നമ്മുടെ കൂടെ ഇന്നായിരിക്കുന്നത് വർഗീസ് തോമസ് സാറാണ്. വർഗീസ് സർ, വെൽക്കം. നമ്മളിന്ന് സംസാരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലിയെ പറ്റിയാണല്ലോ. പൗലോസ്ലിയെ പറ്റി പറയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച്, ഒത്തിരിയേറെ പീഡനങ്ങളേറ്റ്, ഒട്ടേറെ യാത്ര ചെയ്ത്, പല സ്ഥലങ്ങളിലും സഭ സ്ഥാപിച്ച് വരും തലമുറയ്ക്ക് മാതൃകയായി ജീവിച്ച സ്ലീഹായാണ് പൗലോസ്ലിഹ. അതുപോലെ തന്നെ വചനവ്യാഖ്യാനത്തിലും ദൈവശാസ്ത്രം വിവരിക്കുന്നതിലും പൗലോസ്ലിഹ വളരെയേറെ കൃപ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് ബൈബിളിലുടനീളം കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പറയുമ്പോൾ പൗലോസ്ലിഹ നടത്തിയിട്ടുള്ള പ്രേക്ഷിത യാത്രകൾ, വചനം പകർന്നു കൊടുക്കുവാനായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളും, അവിടെ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടപ്പാടുകൾ നമുക്കൊന്ന് വിവരിച്ചു തരാനായിട്ട് സാധിക്കുമോ? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെ പറ്റി പഠിക്കുമ്പോൾ പൗലോസിന് തുല്യനായി യാതൊരു സുവിശേഷനും ഇല്ല എന്ന് കാണാൻ സാധിക്കും. ക്രിസ്തുവിനെ അറിഞ്ഞ ആ നിമിഷം മുതൽ ക്രിസ്തുവിന് വേണ്ടി എത്ര ത്യാഗം സഹിക്കാനും മരിക്കാൻ തന്നെ ഒരുങ്ങി യാത്ര ചെയ്യുന്ന ഒരു മിഷണറിയാണ് പൗലോസിലൂടെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ വരച്ചു കാട്ടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം മുതൽ പൗലോസിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്, യാത്രകളും വിവരണങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പൗലോസ് ക്രിസ്തുവിനെ കാണുന്നതുവരെ യേശുവിൻ്റെ ശത്രുവായിട്ട് പ്രവർത്തിച്ച ആളാണ്. സഭയെ പൗലോസിന് അംഗീകരിക്കാൻ സാധിച്ചില്ല. കാരണം പഴയ നിയമത്തിൽ അഗ്രഗണ്യനായിരുന്നു. ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഴയ നിയമം നന്നായി പഠിച്ച ഒരു മനുഷ്യനായിരുന്നു. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഡോക്ടറേറ്റ് തുല്യമായിട്ടുള്ള. അപ്പോഴത്രമാത്രം ഉള്ളിൽ പഴയ നിയമം നിറഞ്ഞു എന്നതിനാൽ യേശുവിനെ അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല ക്രിസ്തുവിലൂടെ. കാരണം മോശയിലൂടെ വെളിപ്പെട്ട വചനവും ആണല്ലോ പഠിക്കുന്നത്. മോശയെ ഏറ്റവും ഉന്നതനായ മനുഷ്യനായിട്ടാണ് അന്നും ഇന്നും യഹൂദന്മാർ കാണുന്നത്. ഇന്നും യഹൂദന്മാരോട് ചോദിച്ചാൽ അത് തന്നെ പറയും. എന്നാൽ പൗലോസിനെ പോലെ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ട് മാനസാന്തരപ്പെട്ട് പുതിയ സൃഷ്ടിയായിത്തീർന്നവരൊഴിച്ച്. അതുകൊണ്ടാണ് പൗലോസിനെ അത്ര ഈസിയല്ല സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ, മാനസാന്തരപ്പെടുത്താൻ. അതുകൊണ്ട് പൗലോസ് തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച്, തൻ്റെ സ്വാധീനവും ശക്തിയും അധികാരപത്രം തന്നെ മഹാപുരോഹിതനിൽ നിന്ന് വാങ്ങിച്ച് എങ്ങനെയും സഭയെ ഇല്ലാതാക്കുക, ക്രിസ്തീയ സഭയെ ഇല്ലാതാക്കുക എന്നുള്ള ദൗത്യമായിട്ട് ഇറങ്ങിത്തിരിഞ്ഞപ്പോൾ യേശു തന്നെ ഇറങ്ങി വരേണ്ടതായിട്ട് വന്നു. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്നതായ പ്രകാശം തൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, അവിടെ വീഴുന്നു. താൻ ശക്തനാണ്, താൻ മിടുക്കനാണ്, തനിക്ക് അധികാരമുണ്ട്, തനിക്കെല്ലാം സാധിക്കും എന്ന് വിചാരിച്ചിരുന്ന ശൗൽ അവിടെ ശൂന്യമായി തീരുകയാണ്. ഞാനൊന്നുമല്ല. അവിടെ യേശുവുമായിട്ട് സംവാദിക്കുകയാണ്. യേശു ശൗലിനോട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. അപ്പം നീ ആരാകുന്ന കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. അതിനകത്ത് ആ ഒരു ഇടപെടലിൽ ഒരുപാട് സന്ദേശം സഭയ്ക്ക് നൽകുന്നുണ്ട്. സഭയ്ക്കെതിരെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും കർത്താവിനെതിരെയാണ് ചെയ്യുന്നത്. കാരണം കർത്താവിൻ്റെ ശരീരമാണ് സഭ. ഈ ശരീരത്തിലാണ്
സഭയ്ക്കെതിരെയുള്ള ഓരോ വേദനയും ഓരോ ആയുധവും പ്രയോഗിക്കുന്നതും ചെല്ലുന്നു. നമുക്കറിയാം, ഇന്ന് അറിവില്ലായ്മ കൊണ്ടായിരിക്കും സഭയ്ക്കെതിരെ എന്തും പറയാനായിട്ടും എന്തും ചെയ്യാനായിട്ടും വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ തന്നെ ഇറങ്ങിത്തിരിഞ്ഞിരിക്കും. വളരെ ശോചനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് ഏക്കാലത്തും എല്ലാവർക്കും ഉള്ളൊരു സന്ദേശമാണ്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്, ഈ ഒരു ചോദ്യം ഇങ്ങനെയുള്ളവരോടെല്ലാം കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ ചോദ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നോക്കുന്നുണ്ടേ, കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു, ഞങ്ങൾ കർത്താവിനെ ഒന്നും ചെയ്യുന്നില്ല. സഭയെയാണ് ഉപദ്രവിക്കുന്നത്. സഭ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ശരീരം. അപ്പോൾ അവിടെ നിന്ന് അന്ധനായി തനിക്ക് സ്വയമേ നടക്കാൻ സാധിക്കട്ടെ മറ്റുള്ളവരുടെ കൈ പിടിച്ചുകൊണ്ടാണ് ദമസ്കോസിലേക്ക് പോകുന്നത്. അവിടെ കണ്ട യേശുവിൻ്റെ മഹത്വം പൗലോസ് തിരിച്ചറിയുക. കാരണം പഴയ നിയമം മുഴുവൻ വ്യക്തമായിട്ട് നല്ല അരച്ച് കലക്കി പഠിച്ച മനുഷ്യനാണ്. ആ ഒരു കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എല്ലാം ക്ലിയറായി. ഇനി ഒരു സംശയവും ബാക്കിയില്ല. കാരണം യഹൂദന്മാരാ നൂറ്റാണ്ടുകളായിട്ട് മശിഹായുടെ വരവിന് വേണ്ടി കാത്തിരുന്നവരാണ്. എന്നാൽ ഈ മശിഹ വന്നത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയതാണ് കുഴപ്പം. അതുകൊണ്ടാണ് ഹേരോദാവ് ഈ ശിശുവിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചത്. മശിഹയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് പരീശന്മാരും ശാസ്ത്രിമാരും അവൻ്റെ പുറകെ നടന്ന് കുറ്റം പറയാനായിട്ട് ശ്രമിച്ചത്. സാധാരണക്കാരായ മനുഷ്യർ കർത്താവിൻ്റെ ഓരോ അനുഭവങ്ങളിലും അത്ഭുതങ്ങളിലും അതിശയങ്ങളിലും സന്തോഷം കൊണ്ട് തിമിർത്താറാടുമ്പോൾ ഇവർ ദൂരെ നിന്ന് പിറുപിറുക്കുകയും കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണാൻ സാധിക്കും. അതായത് ജനപ്രമുഖന്മാരും പ്രധാനികളും പുരോഹിതന്മാരും ഒക്കെ ആയിട്ടുള്ളൂ. കാരണം മശിഹായെ അവർ കാണാൻ സാധിക്കത്തില്ല. പൗലോസും ആ കൂട്ടത്തിലായിരുന്നു. എന്നാൽ വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പൗലോസിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദമസ്കോസിൽ നിന്ന് പിന്നീട് അറേബ്യയിൽ പോന്നു. 3 വർഷം കർത്താവിനോട് കൂടെ ഇരുന്ന കർത്താവിൽ നിന്ന് സുവിശേഷം കേട്ട ഒരു മനുഷ്യനാണ്. തൻ്റെ ഒരു ഭാഗ്യം പൗലോസിലേക്ക് ഉണ്ടായിരുന്നു. വേറെ ആരും പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് പൗലോസ് ധൈര്യമായിട്ട് പറയുന്നത്, ഞാൻ അന്നത്തെ കാലത്തെ സഭയുടെ നേതാവായിരുന്ന പത്രോസിൻ്റെ അടുത്തോ യാക്കോബിൻ്റെ അടുത്തോ യോഹന്നാൻ്റെ അടുത്തോ അവരാണ് സഭയുടെ തൂണുകളായിട്ട് അറിയപ്പെട്ട് അവരുടെ അടുത്ത് പോലും പോയില്ല. കർത്താവിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് വചനം പഠിച്ചു. വചനത്തിൻ്റെ അതുകൊണ്ട് പൗലോസിൻ്റെ ആ അറിവിനെ, ആ ജ്ഞാനത്തെ, ദൈവദർശനത്തെ ആർക്കും കണ്ണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് യഹൂദന്മാരാണെങ്കിലും പൗലോസിനെ വാദിച്ച് തോൽപ്പിക്കാനായിട്ട് ആവോളം ശ്രമിച്ചു, സർവ്വശക്തി വെച്ചു, പറ്റില്ല. പിന്നെ അവസാനത്തെ കൈ എന്തോ പിന്നെ കൊല്ലാൻ. ഇപ്പോഴാണെങ്കിലും വാദിച്ച് തോൽപ്പിക്കാൻ പറ്റിയില്ല, പിന്നെ അടുത്തത് ഇല്ലാതാക്കുക എന്നുള്ളത്. അന്നും അത് തന്നെ. അവിടെ ദമസ്കോസിൽ നിന്ന് രക്ഷപ്പെട്ടു, യെരുശലേമിൽ പോയി, പിന്നീട് തൻ്റെ സുവിശേഷ യാത്ര ആരംഭിക്കുകയാണ്. സുവിശേഷ യാത്രയിൽ 3 സുവിശേഷ യാത്രയാണ് പൗലോസ് നിർവഹിച്ചത്. ആദ്യത്തെ യാത്ര സൈപ്രസിൽ പോയി ഏഷ്യ മൈനർ കംപ്ലീറ്റ് ചെയ്ത് മടങ്ങി വീണ്ടും അന്ത്യോക്യയിലെത്തി. അന്ത്യോക്യയാണ് അന്നത്തെ ആസ്ഥാനമായിട്ട് വന്നത്. അങ്ങനെ അന്ത്യോക്യയിൽ വെച്ചാണല്ലോ ക്രിസ്ത്യാനികൾ എന്ന പേര് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏഷ്യ മൈനർ, സൈപ്രസിൽ ഓരോ സ്ഥലത്തും നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസിൻ്റെ കൈകളാൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. എന്നാൽ പൗലോസ് എവിടെയൊക്കെ പോയാലും അതിൻ്റെ പുറകെ യഹൂദന്മാർ ഭീഷണിയുമായിട്ട് വരുന്നുണ്ട്. ഒരു പട്ടണത്തിൽ ചെല്ലും. അപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാവരും ജനം തടിച്ചു കൂടും. തടിച്ചു കൂടുമ്പം പറയും അടുത്ത ആഴ്ച നമുക്ക് കാണാമെന്ന് പറയും. അടുത്ത ആഴ്ച ചെല്ലുന്നുണ്ടെങ്കിൽ ഭയങ്കര ജനക്കൂട്ടം. ഇത് കണ്ട് അസൂയാലുക്കളൊക്കെ ആകുകയാണ് യഹൂദന്മാർ. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൗലോസിനെതിരെ
പ്രശ്നങ്ങളുണ്ടാകും. കല്ലെറിയെന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞാൽ അടുത്ത പട്ടണത്തിലേക്ക് ഓടും. എന്നാൽ അവിടെയും സുവിശേഷം അറിയിക്കുകയാണ്. അപ്പം തനിക്ക് കിട്ടിയിരിക്കുന്ന സുവിശേഷ ദർശനം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു വലിയ തീഷ്ണതയായിരുന്നു പൗലോസിൽ കത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. എനിക്ക് മിണ്ടാതിരിക്കാൻ സാധ്യമല്ല. എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. കാരണം ലോകത്തിന് നൽകിയിരിക്കുന്ന ഏക രക്ഷയും രക്ഷകനുമാണ് യേശു മശിഹ. അപ്പോൾ മശിഹായെക്കുറിച്ച് പൗലോസിന് നേരത്തെ തന്നെ അറിയാം. മശിഹായെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മശിഹ വരുമെന്നും അറിയാം. എന്നാൽ യേശു മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞില്ലെന്ന് കുഴപ്പമില്ല. അപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മശിഹായെ ലോകത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ തുർക്കി, അതാണ് ഏഷ്യ മൈനർ എന്ന് പറഞ്ഞത്. ഏഷ്യ മൈനറിലെ ഓരോ പട്ടണങ്ങളിലും യാത്ര ചെയ്ത് അവിടെ ഇപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. പൗലോസിനോടുകൂടെ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ടുണ്ടായിരുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നു, പിറവിയിലെ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ അവിടുത്തെ ബർബരന്മാരായിട്ടുള്ള ആളുകൾ, അന്നത്തെ ലോകത്തിലുള്ള ആൾക്കാർ, അവരായിരിക്കും ഇന്ദ്രനോ ദൈവം ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. പിറവിയിലെ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോഴവർ മാലകളൊക്കെ കൊണ്ടുവന്ന് ബലിയൊക്കെ അർപ്പിക്കാനായിട്ട് കാളയൊക്കെ കൊണ്ടുവന്ന് ദൈവമാണെന്ന് ആരാധിക്കാൻ തന്നെ തുടങ്ങുക. അവിടെ പൗലോസ് പറഞ്ഞ്, നിങ്ങളൊന്നും ഇത് ചെയ്യരുത്, ഇതൊന്നുമല്ല, ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഞങ്ങൾ അവൻ്റെ ദാസന്മാർ മാത്രമാണ്, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരാണ്. ഈ ഒരു വലിയ ഏറ്റവും നല്ല മാതൃക, ഒരു സുവിശേഷകൻ്റെ ഏറ്റവും നല്ല മാതൃക നമുക്ക് പൗലോസിൽ കാണാൻ സാധിക്കും. ഒരു വ്യക്തി താല്പര്യവുമില്ല, ഒന്നുമില്ല. ആരൊക്കെ വന്നാലും ആരോടൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വെറും സാധാരണക്കാരായ മനുഷ്യർ, കർത്താവിൻ്റെ ദാസന്മാർ, നിങ്ങളുടെ സേവകനെ, നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നവർ, രക്ഷാമാർഗമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശുവാണ് മശിഹ, യേശുവാണ് രക്ഷകൻ, അവനുള്ള മാത്രമേ ലോകത്തിന് രക്ഷയുള്ളൂ. ഇതാണ് പൗലോസിൻ്റെ സന്ദേശം. അങ്ങനെ ഒന്നാമത്തെ മിഷൻ യാത്ര കഴിഞ്ഞിട്ട് മടങ്ങി വന്നിട്ട് രണ്ടാമത്തെ മിഷൻ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. എന്നാൽ ടീമിലൊരു വ്യത്യാസം വരുത്തിയായിരുന്നു. ആദ്യം ബർന്നബാസ് ഉണ്ടായിരുന്നു കൂടെ. രണ്ടാമത്തെ യാത്രയിൽ ബർന്നബാസിന് ഇല്ലായിരുന്നു. ബർന്നബാസിന് പകരം ശീലാസിനെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. വീണ്ടും ഈ നേരത്തെ സഞ്ചരിച്ച എല്ലാ മേഖലകളിലും, എല്ലാ ഇടവുകളിലും എന്ന് പറയുമ്പോൾ ഇടവുകളിലും സന്ദർശിച്ച് അവരുടെ വിശ്വാസം എങ്ങനെയുണ്ട്, അവർക്ക് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടോ, അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുക. കാരണം അന്ന് പുതിയ നിയമം ഇറങ്ങിയിട്ടില്ല. പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും സുവിശേഷകന്മാർ പറഞ്ഞതും അറിയിച്ചതും ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതും സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും വർദ്ധിക്കുന്നതിനുമായിട്ട് ഓരോ പ്രാവശ്യവും യാത്ര ചെയ്തവരെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ മിഷൻ യാത്രയും കഴിഞ്ഞ് തിരിച്ചു വരുന്നത് പൗലോസിനെ കാണുവാൻ സാധിക്കും. എന്നാൽ ആ രണ്ടാമത്തെ മിഷൻ യാത്രയിലാണ് പിന്നെ ഏഷ്യയിലോട്ട് പോകുന്നത്. ആദ്യം ഏഷ്യ മൈനർ കഴിഞ്ഞ് ആദ്യത്തെ പഴയ സഭകളെയെല്ലാം ഉറപ്പിച്ചിട്ട് ഫിലിപ്പിയിലേക്ക്, ഫിലിപ്പി എന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ ഭാഗമാണ്, യൂറോപ്പിലും സുവിശേഷം അറിയിച്ച് കൊരിന്തിലും പോയിട്ട് മടങ്ങി വീണ്ടും വരുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത്ര ലൈഫ് അത്ര ഈസി അല്ല, എല്ലാം സുഖമായിട്ടുള്ള കാര്യങ്ങളല്ല. ഫിലിപ്പിയിൽ നമുക്കറിയാം സമൂഹത്തിലെ 3 മേഖലയുള്ള 3 പേരെയാണ് ആദ്യത്തെ മാനസാന്തരപ്പെട്ടവരുടെ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന് രക്താംബരം വിൽക്കുന്ന ലുദിയ, അവർ സുവിശേഷം കേട്ടു, ഒരു കുടുംബമായിട്ട് മാനസാന്തരപ്പെട്ടു, സഭയുടെ ഭാഗമായി തീർന്നു. പിന്നെ സമൂഹത്തിലെ ഏറ്റവും താണ നിലയിൽ നിൽക്കുന്ന ഈ ഭാവി പറയുന്ന ഒരു പെൺകുട്ടി, അവരെ കൊണ്ട് ആദായമുണ്ടാക്കുന്ന യജമാന്മാർ. അപ്പോൾ അവളിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു ശക്തി കൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പോൾ പൗലോസിനെ ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. അവിടെ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു. ഇപ്പം കാര്യമൊക്കെ നല്ലതാണ്. അപ്പോൾ 2-3 പ്രാവശ്യം പൗലോസ് കേട്ടപ്പം അതിനെ ശാസിച്ചു. അപ്പോൾ പിന്നീട് ആ കഴിവില്ലാതായി. അങ്ങനെ അവർ ഈ രക്ഷയിലേക്ക് വന്നു, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷേ അവർ വലിയ പ്രശ്നമായി. ഇതുകൊണ്ട് ഇവരെ കൊണ്ട് ആദായം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരെന്ത് ചെയ്തു? പൗലോസിന് നേരെ തിരിഞ്ഞു. വലിയ പ്രശ്നങ്ങളായി. പൗലോസിനെ ജയിലിലടച്ചു. അവിടെ വെച്ചാണല്ലോ ജയിലിൽ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു. കാലും കൈയും ആമത്തിലിട്ട് പൊട്ടിയിരിക്കുക. പക്ഷെ ആമത്തിൽ കിടക്കുമ്പോഴും തൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറയുന്ന ആത്മീയ സന്തോഷം ആമത്തിന് ഒതുക്കാൻ പറ്റത്തില്ല. കയ്യിലെ വിലങ്ങൾക്ക് ഒതുക്കാൻ പറ്റുന്നില്ല. അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചു. അപ്പം മറ്റ് ജയിലിൽ പുള്ളികളൊക്കെ നോക്കിയപ്പോൾ ഇതാണ് അസാധാരണമായ സംഭവം നടക്കുന്നത്. ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഈ ജയിലുണ്ടായ കാലം മുതൽ. ജയിലിൽ കിടക്കുന്ന അടി കൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരാൾ പാടി സ്തുതിക്കുന്നു. സന്തോഷം കൊണ്ട് കൈവിലങ്ങൾ, കയ്യിലെ ചങ്ങല ചിലമ്പ് പോലെ കൈത്താളമായിട്ട് ഉപയോഗിക്കുന്നു. അവിടെയാണ് ജയിലിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലുകളെല്ലാം തുറന്നു. അപ്പോൾ ജയിലർ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് പൗലോസ് ചാടി പറഞ്ഞു, നീ നിന്നെ തന്നെ ഒരു ദോഷവും ചെയ്തു. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ആർക്കും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ ജയിലറിൻ്റെ ഒരു ചോദ്യം അതാണ്, സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് ലോകത്തിന് മുഴുവനുള്ള സന്ദേശമാണ്. മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ ഒറ്റ ഒരു നാമമേ ഉള്ളൂ ഭൂമിയിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അത് ലിതിയായാലും കൊള്ളാം, മറ്റേ കൈനോട്ടക്കാരിയായാലും കൊള്ളാം, ജയിലറായാലും കൊള്ളാം, ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ഒറ്റ സന്ദേശം, യേശു മാത്രമാണ് രക്ഷകൻ. പൗലോസ് ആ രാത്രിയിൽ ആ മുറിവുകളൊക്കെ കഴുകി ജയിലർ കൊണ്ടുപോയി. ആ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചു, മനസ്സാന്തരപ്പെട്ടു, സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. പിന്നീട് അവരെ അവിടുന്ന് വെറുതെ വിടുകയായത്. അപ്പോൾ ഓരോ സന്ദർഭവും പൗലോസിനറിയാം എങ്ങനെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം. സംഗതികളും ചുറ്റുപാടും എല്ലാം നന്നായിരിക്കുമ്പോൾ മാത്രമല്ല, ഏത് പ്രതികൂലത്തിൻ്റെ അനുഭവം വന്നാലും അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള പ്രത്യേക ദൈവകൃപയുണ്ടായിരുന്നു പൗലോസിന്. ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എന്താണ്? രക്ഷ പ്രാപിക്കുക സകല മനുഷ്യരും, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുക. ആ നിത്യജീവൻ ക്രിസ്തുവിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. ബാക്കി പലതും ലോകത്തിൽ നിന്ന് കിട്ടും, പക്ഷേ നിത്യജീവൻ കൊടുക്കാൻ ആർക്കും അധികാരം കിട്ടിയിട്ടില്ല. ഈ രക്ഷ നൽകാൻ ആർക്കും അധികാരം കിട്ടില്ല. ഈ രക്ഷയെന്ന് പറയുന്നത് ടോട്ടൽ സാൽവേഷനാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സാൽവേഷൻ. അതാണ് സമ്പൂർണ്ണ രക്ഷയെന്ന് പറയുന്നത്. അത് ക്രിസ്തുവിലൂടെ മാത്രമാണ് ലോകത്തിന് ദൈവം സാധ്യമായുള്ളൂ. ഇത് പ്രസംഗിച്ചിട്ട് ഇപ്പം 2ാമത്തെ മിഷണറി യാത്രയും കഴിഞ്ഞ് മടങ്ങി വന്നു. വീണ്ടും 3ാമത്തെ മിഷണറി യാത്രയും ഇതെല്ലാം സഞ്ചരിച്ച യൂറോപ്പും എല്ലാം, കൊരിന്ത്, അതായത് ഫിലിപ്പിയ, തെസലോനിക്ക, കൊരിന്ത്, ഈ പട്ടണങ്ങൾ, അഥേന, ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും എഫേസോസിൽ വന്നു. ഈ 3ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇനി ഞാൻ ഇവരുടെ ആരും വരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് എഫേസോസിൽ വെച്ച് മൂപ്പന്മാരെ എല്ലാം വിളിച്ച് വരുത്തിയിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ മുഖം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ യാത്ര മുഴുവൻ സ്വന്തമായ യാത്രയല്ലായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പം 2ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് പൗലോസിനോട് പറയുകയാണ്, ഇനി നിനക്ക് പുതിയ സ്ഥലം ഉണ്ട്, ഏഷ്യയിലേക്ക് പോകണം, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണം, അവിടെ നിനക്ക് വലിയ വാതിലുകൾ തുറന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സുവിശേഷകനായിരുന്നു പൗലോസ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അത് ഈ കർത്താവ് നിക്കോദീമോസിനോട് പറയുമ്പോഴത് തന്നെ പറയുന്നുണ്ടല്ലോ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ എങ്ങനെയായിരിക്കുന്നു?
കാറ്റ് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത പോലെയാവുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. നമുക്ക് തന്നെ അത്ഭുതം തോന്നും. കർത്താവിന് നമ്മെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ഇച്ഛിക്കുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയതല്ലായിരിക്കും നടക്കുന്നത്. പക്ഷേങ്കിൽ അതിനകത്തൊരു പദ്ധതി ദൈവത്തിനുണ്ടായി. അങ്ങനെ മടങ്ങി വരുന്ന സമയത്താണ്, മൂന്നാമത്തെ മിഷൻ യാത്ര കഴിഞ്ഞപ്പോൾ മടങ്ങി വരുമ്പോഴാണ് ഇവിടെ പിന്നെ വരുന്ന സ്ഥലത്തെല്ലാം ഇത് പറയുന്നുണ്ട്. എന്നാൽ പൗലോസ് അന്നല്ല ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ പോയതിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും, അവർ വിവിധമായ മതഭേദങ്ങളെ നിങ്ങളുടെ ഇടയിൽ വ്യാപിക്കും, സഭയെ തകർക്കാനായിട്ട് അവൻ സർവ്വശക്തി ഉപയോഗിക്കും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഇനിയും ഞാൻ മടങ്ങി നിങ്ങളുടെ അടുത്ത് വരത്തില്ല. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പറയുന്നത്. അതിനറിയാം, ശരിയാ, യെരുശലേമിലെത്തി. യെരുശലേമിൽ ഈ ഏഷ്യയിൽ നിന്ന് വന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. പൗലോസിന് നേരെ ജനത്തെ ഇളക്കി. അവർ പറഞ്ഞു, ലോകം മുഴുവൻ പഴയ നിയമത്തെ ദൂഷിച്ച് പറയുന്നവൻ, മോശയെ ദൂഷിച്ച് പറയുന്നവൻ ഇവിടെ എത്തിയിരിക്കുന്നു, കൂടുകയും സഹായിക്കാമെന്ന് പറഞ്ഞ പൗലോസിനെ തല്ലിക്കൊല്ലാനായിട്ട് ശ്രമിച്ചു. എന്നാൽ നമുക്കറിയാമല്ലോ, ദൈവത്തിന് വീണ്ടും പദ്ധതിയുണ്ട്. അപ്പോൾ അന്ന് വരെ സാധാരണക്കാരുടെ ഇടയിലായിരുന്നു സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത്. ഇനി ആരുടെ ഇടയിൽ പോകണം? രാജാക്കന്മാരുടെ, സൈന്യാധിപന്മാരുടെ മുമ്പിൽ സുവിശേഷം അറിയിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് പൗലോസിനെ വിളിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, രാജാക്കന്മാരുടെയും സൈന്യാധിപന്മാരെയും പ്രഭുക്കന്മാരുടെ ഇടയിൽ ഞാൻ നിന്നെ അയക്കും എന്ന് പറയുന്ന പൂർത്തീകരണമാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി നീ എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. പിന്നീട് ഒരു ബന്ധനസ്ഥനായിട്ടാണ് പിന്നെ യാത്ര മുഴുവൻ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി പിന്നീട് വായിക്കുമ്പോൾ കൈസരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, ബന്ധനസ്ഥനായി കപ്പൽ യാത്ര വന്ന് കപ്പൽ തകർന്നു. അവിടുന്ന് റോമിലെത്തി. റോമിൽ 2 വർഷം അവിടെ താമസിച്ച് സുവിശേഷം അറിയിച്ചു. അങ്ങനെ പിന്നീട് ഈ സുവിശേഷം അറിയിച്ച് അവിടെ കൊണ്ട് നിർത്തുകയാണ്. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തുക. കാരണം എന്ന് വെച്ചാൽ പൗലോസിൻ്റെ ഒരു ഹിസ്റ്ററി അല്ല അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. നമ്മൾ പൗലോസ്ലിഹായുടെ യാത്രകൾ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ പൗലോസ്ലിഹ ഒട്ടേറെ പീഡനങ്ങളും സഹിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതിനെപ്പറ്റി സാറിനൊന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? പൗലോസിൻ്റെ ജീവിതം മുഴുവൻ പീഡനങ്ങളാണ്. ആദ്യത്തെ അന്ത്യോക്യയിൽ ആരംഭിക്കുന്ന, ദമസ്കോസിൽ ആരംഭിക്കുന്നു, പിന്നെ അന്ത്യോക്യയിൽ എല്ലായിടത്തും കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ കൊല്ലപ്പെടാതെ കർത്താവ് സൂക്ഷിക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ കാണുന്ന കല്ലേറ് കൊണ്ട് ഒരു പ്രാവശ്യം മരണത്തോടടുത്തു. മരിച്ചെന്ന് കരുതി ഡെഡ് ബോഡി കൊണ്ട് എറിയുന്ന പോലെ അവിടെ എറിഞ്ഞേച്ച് പോയി. പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പൗലോസിന് നല്ല ഉറപ്പായിരുന്നു, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ആ ഒരു ഉറപ്പുകൊണ്ട് ഏത് പ്രതികൂലങ്ങളെയും നേരിടാൻ പൗലോസിന് പ്രാപ്തി കിട്ടി, ശക്തനാക്കി. അവിടെ പിന്നീട് നമുക്കറിയാം, ഫിലിപ്പിയിലെ ജയിലിൽ പോകാനുള്ള കാര്യം, പിന്നെ കപ്പൽ ഛേദത്തിൽ അവിടെ 275 ആൾ കൂടെ ഉണ്ടായിരുന്നു. അവരോടെല്ലാം ധൈര്യപ്പെടുത്തുന്നതാണ്. ഈ കപ്പൽ എല്ലാം പീസായിപ്പോയി, കരയ്ക്ക് അവിടെ എത്തി. അപ്പോൾ പൗലോസ് തന്നെ വിവരിക്കുന്നുണ്ട്, കള്ളന്മാരായുള്ള ആപത്ത്, നാട്ടിൽ നിന്നുള്ള ആപത്ത്, ശത്രുക്കളിൽ നിന്നുള്ള ആപത്ത്, യഹൂദന്മാരായുള്ള ആപത്ത്, എല്ലാ വിധത്തിലും മരണം മുമ്പിലാണ്. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. അതൊന്നും ഇതിന് തടസ്സമായിട്ട് നിൽക്കാൻ പൗലോസ് അനുവദിച്ചില്ല. എല്ലാവരും ശത്രുക്കളായിട്ട് വരുന്നവരും രക്ഷ പ്രാപിക്കണം. അപ്പം നമ്മളും അതേ മനോഭാവമായിരിക്കണം, സുവിശേഷൻ്റെ മനോഭാവം അതായിരിക്കണം. ആരെയും ശത്രുവായിട്ട് കാണരുത്, അവനെ രക്ഷ പ്രാപിക്കാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ട് കാണും. അവനെ മനസ്സാന്തരത്തിലേക്ക് നയിക്കുക. അത് എല്ലാ സുവിശേഷങ്ങൾക്കും വലിയ മാർഗ്ഗദർശനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനായിട്ടാണ് പുള്ളി മാക്സിമം ശ്രമിച്ചത്. പൗലോസ് അപ്പോസ്തലൻ സ്വന്തമായിട്ട് കൂടാരം ഉണ്ടാക്കി, അത് വിറ്റ് കാശുണ്ടാക്കി, ആ കാശ് കൊണ്ട് സുവിശേഷ വേല ചെയ്ത, അത് അതുല്യമായ ഒരു കാര്യം, എല്ലാവരെയും കൊണ്ട് സാധിക്കുന്നതാണ്. തീർച്ചയായും. എന്നാൽ അങ്ങനെ പോലും ചെയ്ത്
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുന്നു, നിങ്ങൾ എന്നെ നോക്കി യാത്ര ചെയ്യും. അതിന് ധൈര്യമായിട്ട് പറയാൻ ആരുണ്ട്? ആരുമില്ല. വീണ്ടും നമ്മൾ അവസാന ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, പൗലോസ്ലിഹായുടെ ജീവിതം, പൗലോസ്ലിഹ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്കെന്ത് മാർഗനിർദ്ദേശമാണ് നൽകുന്നത്? അല്ലെങ്കിൽ നമുക്ക് പൗലോസ്ലിഹായിൽ നിന്നും എന്താണ് പഠിക്കാനുള്ളത്? പൗലോസ്ലിഹായിൽ നിന്ന് മുഴുവൻ ഒരു തുറന്ന പുസ്തകമാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു സുവിശേഷൻ എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കുന്നത് പൗലോസിനെ നമുക്ക് പഠിച്ചാൽ മതി. അതായത് യാതൊരു വ്യക്തി താല്പര്യവുമില്ലാതെ ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്ത ഒരു മനുഷ്യൻ. അതുകൊണ്ട് പൗലോസിൻ്റെ ആശയങ്ങൾ, ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തി, ജീവിതത്തിൻ്റെ എല്ലാ പീഡനങ്ങളോടുള്ള മനോഭാവം, അതെല്ലാം ഒരു സുവിശേഷകൻ മാതൃകയാക്കാവുന്നതാണ്. സുവിശേഷൻ മാതൃകയാക്കേണ്ടത് എല്ലാ വിശ്വാസിയും മാതൃകയാക്കണം. സുവിശേഷകൻ തന്നെയല്ല. നമ്മൾ വിചാരിക്കും എല്ലാ വിശ്വാസിയും സുവിശേഷകനാണ്. അല്ലാതെ ഞങ്ങൾ വിശ്വാസിയായിട്ടിരുന്നോളാം, ആരെങ്കിലുമൊക്കെ സുവിശേഷം അറിയിച്ചാന്നുള്ളതല്ല. ആരോടെങ്കിലും ഒരാളോടെങ്കിലും ഒരവസി പറഞ്ഞാൽ അവൻ സുവിശേഷകനായി. അതിനേറ്റവും നല്ല മാതൃകയാണ് പൗലോസ്. അത് നമുക്കറിയാം, ജയിലിൽ കിടക്കുമ്പോൾ തന്നെയാണല്ലോ ഒനേസിമോസിനോട് സംസാരിക്കും. ഫിലേമോൻ എന്നുള്ള ലേഖനം കണ്ട്, അതിനകത്ത് ഒറ്റ ഒരാൾക്ക് വേണ്ടിയാണ് പൗലോസ് ആ ലേഖനം എഴുതുന്നത്. ഒനേസിമോസ് തൻ്റെ കൂടെ ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ മനസ്സാന്തരപ്പെടുത്തി സുവിശേഷകനാക്കി, മകനാക്കി. ഫിലേമോനെ തിരികെ അയക്കുകയാണ്. ഇനി ഇവൻ നിൻ്റെ ദാസനോ അടിമയൊന്നുമല്ല, നിൻ്റെ സഹോദരനാണ്, അതുകൊണ്ട് ഇവനെ സ്വീകരിക്കണമെന്ന് പറയുന്നത് പൗലോസ്. എത്ര നല്ല മാതൃക! അതുകൊണ്ട് പൗലോസിൻ്റെ ജീവിതം മുഴുവൻ, അത് ലേഖനങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ ഹൃദയം മുഴുവൻ അവിടെ പകരുന്ന കാണും. അതുപോലെ തന്നെ ഓരോ വിശ്വാസിയെ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാരെന്നാണ്. നിങ്ങൾ വിശ്വാസികൾ, നിങ്ങൾ ആത്മായക്കാരൊന്നുമല്ല. കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, ഫിലിപ്പിയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. കാരണം ക്രിസ്തുവിലായാലും അവൻ വിശുദ്ധനാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവൻ വിശുദ്ധനാണ്. അങ്ങനെ ആ ഒരു മനോഭാവം വളരെ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് മാതൃകയാണ്, എല്ലാവർക്കും മാതൃകയാണ്, സുവിശേഷകർക്ക് മാതൃകയാണ്, സഭാപിതാക്കന്മാർക്ക് എല്ലാവർക്കും മാതൃകയാണ് പൗലോസിൻ്റെ ജീവിതം. അതുപോലെ ഒരു മനുഷ്യൻ വേറെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തേക്ക് കടക്കുമ്പോൾ പൗലോസ്ലിഹായെപ്പറ്റി നമ്മൾ കേൾക്കുകയായിരുന്നു. പൗലോസ്ലിഹായെപ്പോലെ തീക്ഷ്ണമതിയായി ഇത്രയേറെ പീഡകളേറ്റ് സുവിശേഷം പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു സ്ലിഹ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കുകയായിരുന്നു. ഏത് പീഡകളായാലും, ജീവിതത്തിലെ ഏതവസ്ഥയായാലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനും ഓരോ അവസ്ഥകളും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഓരോ അവസരങ്ങളായി മാറ്റുവാനും നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ള ഒരു സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും പകർന്നു കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മാതൃകയാക്കാവുന്നത് പൗലോസിൻ്റെ ആ ഒരു മനോഭാവം, എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും വിശുദ്ധരാക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com